എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രമ്മയെ തല്ലിയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മോനെ, ഈ ചന്ദ്രമ്മ ഇപ്പോ എല്ലാ അപമാനവും സഹിക്കും. അതിന്റെ പേരിൽ ആരെയും ശപിക്കാൻ ചന്ദ്രമ്മയ്ക്ക് കഴിയില്ല. ഈ ജീവിതത്തിൽ ഇതൊക്കെയാണ് എനിക്ക് വിധിച്ചിട്ടുള്ളതെന്ന് അറിയാം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ ജീവിക്കാൻ എന്റെ ചന്ദ്രമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ഇതൊക്കെ കൊണ്ടാ ചന്ദ്രമ്മയോട് എനിക്കിത്ര ഇഷ്ടം. എനിക്കത് മാത്രം മതി മോനെ. എന്റെ മനസ്സൊന്ന് പിടയുമ്പോ നിന്റെ കണ്ണ് നിറയാറില്ലേ? അതിനേക്കാൾ വലുതായിട്ട് ചന്ദ്രമ്മയ്ക്ക് ഒന്നും വേണ്ട. ആ, കോളേജില് നിങ്ങളുടെ നാടകം ഉടനെ കാണില്ലേ? എന്തൊക്കെ പ്രോഗ്രാം മാറ്റിവെച്ചാലും കോളേജിന്റെ പ്രോഗ്രാമിന് പങ്കെടുക്കായിരുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മക്കള് രണ്ടുപേരും പഠിക്കുന്ന കോളേജല്ലേ, ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിരുന്നെങ്കിൽ അവക്കും നിശാന്തിന് സന്തോഷായനെ. ക്യാബിനറ്റ് നടക്കുകയല്ലേ, ഇപ്പൊ ഒന്നും പറ്റത്തില്ല. എന്തായാലും അവരെല്ലാം റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിന്റെ പേരിൽ വലിയ ആവശ്യത്തിലാണല്ലോ. വളരെ മിടുക്കരായ കുട്ടികള് തകർത്ത് അഭിനയിക്കുന്നെന്നാ പ്രിൻസിപ്പള് വിളിച്ചപ്പോ പറഞ്ഞത്. റോമിയോയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മഹിയാണ്. അവൻ അവിടുത്തെ ലെക്ചർ കൂടിയാണല്ലോ. പിന്നെയാണ് കോമഡി. നമ്മുടെ രമാദേവിയുടെ വീട്ടിലെ ജോലിക്കാരി ഉണ്ടല്ലോ, കല്യാണി. അവളെയാണ് ജൂലിയറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവള് വേലക്കാരിയാണെന്നത് കാര്യമില്ല, ആ പെണ്ണ് വളരെ നന്നായി അഭിനയിക്കുന്നുണ്ട് പോലും. നാടകം വിജയിക്കുന്നതാണല്ലോ പ്രധാനം. ഒരു നാടകത്തിൽ അവർ ഒന്നിച്ചഭിനയിച്ചുകൊണ്ട് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഞാൻ മോഹിച്ച വേഷമാണത്, എനിക്ക് കിട്ടേണ്ട വേഷം. പക്ഷേ അത് ആ വേലക്കാരി കൊണ്ടുപോയി. കോളേജിൽ ഇതൊക്കെ സാധാരണയല്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ നിശാന്തിനെ നോക്ക്, അവനും റോമിയോട്ട് അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ പെർഫോമൻസ് ഡയറക്ടറിന് ഇഷ്ടായില്ല. അവൻ പരാതിയൊന്നും പറയാതെ മാറി നിന്നല്ലോ. ചേട്ടൻ അങ്ങനെ മാറി നിക്കാം, കാരണം അവൻ കെട്ടാൻ പോകുന്ന പെണ്ണൊന്നും അല്ലല്ലോ, വേറൊരു പയ്യന്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്. മഹ എന്നെ കെട്ടാൻ പോകുന്ന പയ്യനാ. അവൻ ആ വീട്ടിലെ വേലക്കാരിയോടൊപ്പം ലവ് സീൻസ് അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനതേ സമ്മതിക്കയില്ല. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ മോളെ. നാടകം എന്നൊക്കെ പറയുന്ന ഒരു കലയല്ലേ, അവിടെ കലാകാരന്മാര് പറയുന്നതാണ് നിയമം. എന്നാ അച്ഛൻ അയാളെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചൂടെ? ആ വേഷം എനിക്ക് തരണമെന്ന് പറഞ്ഞൂടെ അച്ഛന്? മോളെ, നീ പറയുന്ന എന്ത് കാര്യവും അച്ഛൻ സാധിച്ചു തരും. പക്ഷെ ഇതൊന്നും പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഈ ദക്ഷയെ തോൽപ്പിച്ചിട്ട് ഒരാളും കോളേജിൽ ഒരു ചുക്കും ചെയ്യില്ല. അതിനെ ഞാൻ സമ്മതിക്കയില്ല. ഈ ദക്ഷയെ പറയുന്നത്. അവളെ വളർത്തിയതിൽ എനിക്ക് കുറച്ച് തെറ്റുപറ്റി. ലാളന് കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയം. ശരിയാ, ജീവിതത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മുടെ മോള് തയ്യാറാകുന്നില്ല. ഇനി അവളെ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാം സ്വന്തം ഇഷ്ടം പോലെ നടക്കണമെന്നൊരു വാശിയാ ഇപ്പൊ അവക്ക്. എന്തുപറ്റി? ആളെന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. ഓ, ഒന്നുമില്ല മാഷെ. ഞാനിവിടെ നിന്നോണ്ട് ആകാശത്തുള്ള പൂർണ്ണചന്ദ്രനെ നോക്കി കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ പൂർണ്ണചന്ദ്രൻ മാസത്തിലൊരിക്കലേ തെളിയാറുള്ളൂ. ഇവിടെ എപ്പോഴും സൂര്യനായി ഞാൻ നറുനിലാവ് പൊഴിച്ച് തന്നോടൊപ്പം നിൽക്കുന്നില്ലേ? തനിക്ക് പറയാനുള്ള കഥകൾ എന്നോട് പറഞ്ഞൂടെ? ചിന്നുവിന് പറയാനുള്ള കഥകൾ എന്നോട് പറഞ്ഞുകൂടെന്ന്. എന്തുപറ്റി? എനിക്കിവിടെ എന്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇയാള് മാത്രമേ ഉള്ളൂ. ഞാൻ രമാദേവിയുടെ മകനാണെന്ന സത്യം ചിന്നുവിൽ നിന്നും മറച്ചുവെച്ചത് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? സംശയം ഉണ്ടാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണല്ലോ ഇന്ന് ഈ വീട്ടിൽ ഇറങ്ങിയേറിയത്. ബഹളങ്ങൾക്കിടയിൽ എന്നെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ചിന്നു തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? ആളെന്തോ ആലോചനയിലാണല്ലോ. എന്റെ ചേച്ചിയാണ് ഈ വീട്ടിലെ മരുമകളായ ഐശ്വര്യലക്ഷ്മി എന്ന സത്യം ഞാൻ മറച്ചുവെച്ചു. അതെങ്ങാനും തിരിച്ചറിഞ്ഞിട്ടാവോ ഈ ചിന്ത? അതറിയാനാവോ എന്നോടിപ്പോ സംസാരിക്കാൻ വന്നത്?
ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കിടയിൽ ചിലപ്പോ എന്തെങ്കിലും സംശയം തോന്നിക്കാണും. എന്താണോ ഒന്നും മിണ്ടാത്തത്? ഞാൻ മാത്രമല്ലല്ലോ മിണ്ടാത്തത്. എടോ, ആവശ്യമില്ലാത്തൊക്കെ മനസ്സിലെടുത്ത് വെച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ. ഞാനില്ലേടോ തന്റെ കൂടെ. ഒരു സുഹൃത്തെന്ന നിലയിൽ എപ്പോഴും ഞാൻ ചിന്നുവിനോടൊപ്പം ഉണ്ടാവും. ഇനി ചിന്നുവിന്റെ മനസ്സിനെ അലട്ടുന്നത് എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? എന്നോട് പറയാൻ ധൈര്യം വരുന്നില്ല അല്ലേ? എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? എന്നോടെന്തോ പറയണമെന്ന് ആ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ആദ്യം അത് പറ. അത് ശരിയാ. എന്തായാലും ആദ്യം തന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എന്നോട് പറ. അതിനുശേഷം ഞാൻ പറയാം. എന്റെ അവസ്ഥ അത് തന്നെയാ. മാഷിനോട് എനിക്കും കുറെ കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട്. എന്നാ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഞാനൊരു കാര്യവും ചിന്നുവിനോട് മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചിന്നുവിനോട് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്നെങ്കിലും ഞാൻ പറയാതെ താനത് അറിയാനിടയായാൽ എന്നോട് എന്തെങ്കിലും വിരോധമോ ശത്രുതയോ തോന്നൂ? മാഷ് എന്തൊക്കെയാ പറയുന്നത്? എന്റെ ജീവനുള്ളത് വരെ ഞാൻ മാഷിനെ തെറ്റിദ്ധരിക്കില്ല. അക്കാര്യത്തിൽ മാഷിന് സംശയമേ വേണ്ട. അതുപോലെ ഞാനും എന്റെ ഗതികേട് കൊണ്ട് എന്തെങ്കിലും മാഷിനോട് മറച്ചു വെച്ചെന്ന് തോന്നലുണ്ടായ മാഷും എന്നെ തെറ്റിദ്ധരിക്കരുത്.